PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന കേരാഫെഡ് അസിസ്റ്റന്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC തുടങ്ങിയ എക്സാമുകളുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ മൊഡ്യൂളിലെ അവസാനത്തെ ടോപ്പിക്കുകളായ കോപ്പറേറ്റീവ് ഡേ, കോപ്പറേറ്റീവ് വീക്ക്, കോപ്പറേറ്റീവ് ഫ്ലാഗ്. ഈ സിലബസ് അനുസരിച്ച് ഇതുവരെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കേരാഫെഡ് അസിസ്റ്റന്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ടോപ്പിക്ക് കോപ്പറേറ്റീവ് ഡേ. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സഹകരണ ദിനം എന്ന് പറയുന്നത് ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ്. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ICA ആണ്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ICA സെലിബ്രേറ്റ് ചെയ്തത് 1923 ജൂലൈ 7-ാം തീയതിയാണ്. കോപ്പറേറ്റീവ് ഡേ കൂപ്സ് ഡേ എന്നും അറിയപ്പെടുന്നു. 1995 മുതലാണ് UNO കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 1995 മുതൽ ICAയും UNOയും സംയുക്തമായിട്ടാണ് കോപ്പറേറ്റീവ് ഡേ ആഘോഷിക്കുന്നത്. കോപ്പറേറ്റീവ് ഡേയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സഹകരണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, സാമ്പത്തിക കാര്യക്ഷമത, സമത്വം, ലോക സമാധാനം എന്നിവ ഉറപ്പുവരുത്തുക എന്നതാണ്. ഓരോ വർഷവും കോപ്പറേറ്റീവ് ഡേ ആഘോഷത്തിന് ഓരോ തീം ഉണ്ടാവും. തീം നിശ്ചയിക്കുന്നത് ICAയുടെയും UNOയുടെയും നേതൃത്വത്തിലുള്ള കോപ്പാക് എന്ന കമ്മിറ്റിയാണ്. കോപ്പാക് മീൻസ് കമ്മിറ്റി ഫോർ ദ പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. കമ്മിറ്റി ഫോർ ദ പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. ഈ കമ്മിറ്റിയാണ് കോപ്പറേറ്റീവ് ഡേയുടെ ഓരോ വർഷത്തെയും തീം നിശ്ചയിക്കുന്നത്. കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ്. ജനുവരി, മാർച്ച് മാസങ്ങൾക്കുള്ളിൽ ഓരോ വർഷവും ഈ കോപ്പറേറ്റീവ് ഡേയുടെ തീം അനൗൺസ് ചെയ്യും. 2023 കോപ്പറേറ്റീവ് ഡേ ആഘോഷിച്ചത് ജൂലൈ 1-ാം തീയതിയായിരുന്നു. 2023 സഹകരണ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ. 2023 കോപ്പറേറ്റീവ് ഡേയുടെ തീം കോപ്പറേറ്റീവ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ. 2022 കോപ്പറേറ്റീവ് ഡേയുടെ തീം കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നതായിരുന്നു. കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ്, സഹകരണ സ്ഥാപനങ്ങൾ ഒരു മികച്ച ലോകം കെട്ടിപ്പടുക്കുന്നു. ഇതായിരുന്നു 2022 കോപ്പറേറ്റീവ് ഡേയുടെ തീം. 2022 കോപ്പറേറ്റീവ് ഡേ 100ാമത്തെ കോപ്പറേറ്റീവ് ഡേ ആയിട്ടാണ് ആഘോഷിച്ചത്. 2021 കോപ്പറേറ്റീവ് ഡേയുടെ തീം ഒരുമിച്ച് മികച്ച രീതിയിൽ പുനർനിർമ്മിക്കുക. അതായത് കോപ്പറേറ്റീവ്സ് ഫോർ ബിൽഡിംഗ് എ പീപ്പിൾ സെൻറ്റേർഡ് ആൻഡ് എൻവയോൺമെൻ്റലി ജസ്റ്റ് റിക്കവറി. 2020 കോപ്പറേറ്റീവ് ഡേയുടെ തീം കോപ്പറേറ്റീവ്സ് ഫോർ ക്ലൈമറ്റ് ആക്ഷൻ എന്നതായിരുന്നു. കോപ്പറേറ്റീവ്സ് ഫോർ ക്ലൈമറ്റ് ആക്ഷൻ, കാലാവസ്ഥാ പ്രവർത്തനത്തിനുള്ള സഹകരണങ്ങൾ. ഇതായിരുന്നു 2020 കോപ്പറേറ്റീവ് ഡേയുടെ തീം. 2024 കോപ്പറേറ്റീവ് ഡേ വരുന്നത് ജൂലൈ 6-ാം തീയതിയാണ്. 2023 ജൂലൈ 1-ാം തീയതിയായിരുന്നു. 2022 ജൂലൈ 2, 2021 ജൂലൈ 3. ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് കോപ്പറേറ്റീവ് വീക്ക്, സഹകരണ വാരം. കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ നടത്തുന്നത് നവംബർ 14 മുതൽ നവംബർ 20-ാം തീയതി വരെയാണ്. ജവഹർലാൽ നെഹ്റുവിനോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നവംബർ 14 മുതൽ 20 വരെയാണ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്തത് 1954 1954 മുതലാണ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ഓർഗനൈസ് ചെയ്യുന്നത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. NCUIയുടെ ആഭിമുഖ്യത്തിലാണ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ നടക്കുന്നത്. 2023 നടന്നത് 70ാമത്തെ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷനാണ്.
2023 കോപ്പറേറ്റീവ് വീക്ക് 70ാമത്തെ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷനാണ്. 2023 കോപ്പറേറ്റീവ് വീക്കിൻ്റെ തീം എന്ന് പറയുന്നത് 5 ലക്ഷം കോടി ഡോളർ സമ്പദ് വ്യവസ്ഥയിലും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളുടെ പങ്ക് എന്നതാണ്. റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ മേക്കിംഗ് ഇന്ത്യ എ $5 ട്രില്യൺ എക്കണോമി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഇതായിരുന്നു 2023 കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ്റെ തീം. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് 2012 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് UNO സെലിബ്രേറ്റ് ചെയ്ത വർഷം 2012. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2012 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്. അടുത്തത് കോപ്പറേറ്റീവ് ഫ്ലാഗ്, സഹകരണ പതാക. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ICA ആണ്. ഡിസൈൻ ചെയ്ത വ്യക്തി ചാൾസ് ഗൈഡ്. കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ബെർണാഡോ ആണ്. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് കോയിൻഡ് ബൈ ബെർണാഡോ. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ചാൾസ് ഗൈഡ്. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ചാൾസ് ഗൈഡ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് എക്കണോമിസ്റ്റാണ്. ചാൾസ് ഗൈഡിൻ്റെ അഭിപ്രായത്തിൽ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിനോട്ട്സ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിനോട്ട്സ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഹാവ് 7 കളേഴ്സ്. റെഡ് അറ്റ് ദ ടോപ്പ്, വയലറ്റ് അറ്റ് ദ ബോട്ടം. ഈ ഒരു ഫ്ലാഗിന് 7 കളറുകളുണ്ട്. ഏറ്റവും മുകളിൽ റെഡ്, ഏറ്റവും താഴെ വയലറ്റ്. വിബ്ജിയോർ കളറിലാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ICA ഫ്ലാഗ് റെയിൻബോ ഫ്ലാഗ് എന്ന് അറിയപ്പെടുന്നു. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അല്ലെങ്കിൽ ICA കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് 1921 ഫസ്റ്റ് യൂസ്ഡ് ഓർ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1923. 1923 ഫസ്റ്റ് യൂസ് ചെയ്തത്. അത് ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡേ, ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേയുടെ അന്നായിരുന്നു ആദ്യമായി കോപ്പറേറ്റീവ് ഫ്ലാഗ് യൂസ് ചെയ്തത്. 1924 കോപ്പറേറ്റീവ് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തത്. 1925 ഈ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത്. ഈ 4 വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൈൻ ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1921. ആദ്യം യൂസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം ചോദിച്ചാൽ 1923. ഹോയിസ്റ്റ് ചെയ്ത വർഷം 1924. അഡോപ്റ്റ് ചെയ്ത വർഷം 1925. 7 കളറാണ് ഈ കോപ്പറേറ്റീവ് ഫ്ലാഗിനുള്ളതെന്ന് പറഞ്ഞു. ഓരോ കളറും ഡിനോട്ട് ചെയ്യുന്നത് റെഡ് ഡൈനാമിക് ആൻഡ് ഫണ്ടമെൻ്റൽ ചേഞ്ച്, ഓറഞ്ച് കറേജ്, വയലറ്റ് ഫെൽറ്റ് നീഡ്, ഇൻഡിഗോ ഹാർമണി, ബ്ലൂ ജസ്റ്റിസ്, ഗ്രീൻ യൂത്ത് ഗ്രോത്ത് പ്രോസ്പെരിറ്റി, യെല്ലോ ക്വാളിറ്റി ആൻഡ് ഹാപ്പിനെസ്. ഒന്നും കൂടി പറയാം. 7 കളറുണ്ട്. റെഡാണ് മുകളിൽ, വയലറ്റ് ഏറ്റവും താഴെ. റെഡ് കളർ ഡിനോട്ട് ചെയ്യുന്നത് ഡൈനാമിക് ആൻഡ് ഫണ്ടമെൻ്റൽ ചേഞ്ച്, ഓറഞ്ച് കറേജ്, വയലറ്റ് ഫെൽറ്റ് നീഡ്, ഇൻഡിഗോ ഹാർമണി, ബ്ലൂ ജസ്റ്റിസ്, ഗ്രീൻ യൂത്ത് ഗ്രോത്ത് പ്രോസ്പെരിറ്റി, യെല്ലോ ക്വാളിറ്റി ആൻഡ് ഹാപ്പിനെസ്. സിഗ്നിഫിക്കൻസ് ഓഫ് കളർ ഓഫ് ഫ്ലാഗ് എന്ന് പറയുന്നത് റെഡ് ഹ്യൂമാനിറ്റി, ബ്ലൂ ഡെമോക്രസി, യെല്ലോ ഇക്വിറ്റി. 2001 ICA ന്യൂ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തു. അത് സിയൂളിൽ നടന്ന ജനറൽ അസംബ്ലിയിൽ വെച്ച് പുതിയൊരു ഫ്ലാഗ് 2001 ICA അഡോപ്റ്റ് ചെയ്തു. ഇതാണ് ICA അഡോപ്റ്റ് ചെയ്ത പുതിയ ഫ്ലാഗ്. ദ ഫ്ലാഗ് ഷോ ICA 7 color logo on a white background. The logo depicts a quarter rainbow with a flock of stylized doves of peace scattering from the top and the letter ICA underneath. വെളുത്ത ബാക്ക്ഗ്രൗണ്ടിൽ റെയിൻബോ, പകുതി വരെയുള്ള റെയിൻബോ കളേഴ്സും 6 നിറത്തിലുള്ള പ്രാവുകൾ പറന്നു പോകുന്നതും 7ാമത്തെ നിറത്തിൽ താഴെ ICA എന്ന് എഴുതിയതുമായിരുന്നു 2001 ICA ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ഫ്ലാഗ്. ഈ ഒരു ഫ്ലാഗിലൂടെ ICA സൂചിപ്പിച്ചത് ലോക സമാധാനവും സാമൂഹ്യനീതിയും ICAയുടെ ലോകവ്യാപനവും ഒക്കെയായിരുന്നു. പുതിയ ഫ്ലാഗിൽ ഓരോ കളറും ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. റെഡ് കറേജ്, ഓറഞ്ച് ഓഫേഴ്സ് ദ വിഷൻ ഓഫ് പോസിബിലിറ്റീസ്, യെല്ലോ ചലഞ്ചസ് ദാറ്റ് ഗ്രീൻ ഹാസ് കൈൻഡിൽഡ്, ഗ്രീൻ
challenges to strive for membership growth and understanding of the aims and values of cooperation. Sky Blue suggests far horizons, the need to provide education and helpless, fortunate people and strive towards global unity. Violet is the color of warmth, beauty and friendship. Dark blue suggests pessimism, reminding us of less fortunate people in the world who are in need of the benefit from cooperation. ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഇയറായി UNO 2012 പ്രഖ്യാപിച്ചപ്പോൾ അതിനോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായി ICA വീണ്ടും കോഓപ്പറേറ്റീവ് ഫ്ലാഗിൽ മാറ്റം വരുത്തി. നിലവിലുള്ള കോഓപ്പറേറ്റീവ് ഫ്ലാഗ് വയലറ്റ് നിറത്തിൽ കോർപ്പറേഷൻ്റെ ചുരുക്കെഴുത്തായ കൂപ്പ് എന്നെഴുതിയതാണ്. ഇത് 2012 ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഓപ്പറേറ്റീവ് ഫ്ലാഗാണ്. കോർപ്പറേഷൻ്റെ ഗ്ലോബൽ മാർക്കായ കൂപ്പ് ICA ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2013 കോഓപ്പറേറ്റീവ് ഡേ, കോഓപ്പറേറ്റീവ് വീക്ക്, കോഓപ്പറേറ്റീവ് ഫ്ലാഗ്, ഈ 3 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. കോഓപ്പറേറ്റീവ് ജേർണൽസ് ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കെരാഫെഡ് അസിസ്റ്റൻ്റ് അപെക്സ് സൊസൈറ്റീസ് LDC എന്ന പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്